ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് മരവിച്ചു പോകാറുണ്ട്. അത്തരമൊരു വേദനിപ്പിക്കുന്ന വാർത്തയാണ് കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തിയ ഇരട്ട വിയോഗത്തിന്റെ നടുക്കത്തിൽ നിന്നും ആ നാട്ടുകാർ ഇപ്പോഴും മുക്തരായിട്ടില്ല. പുനലൂർ അഷ്ടമംഗലം അതുല്യ ഭവനിലെ അജി രാജി ദമ്പതികളുടെ മകൾ അതുല്യ വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള സ്വപ്നങ്ങളിലേക്ക് ചിറകടിച്ചുയരേണ്ട ഒരു +1 വിദ്യാർത്ഥിനി. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ആ ദുർവിധി സംഭവിച്ചത്. എന്ത് കാരണത്താലാണെന്നറിയില്ല, വീടിനുള്ളിൽ ആ പെൺകുട്ടി ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. ആവുന്നത്ര പരിശ്രമിച്ചതാണ് അവളെ തിരികെ കൊണ്ടുവരാൻ. പക്ഷേ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ ആ കൊച്ചുമിടുക്കി ഈ ലോകത്തോടെ യാത്ര പറഞ്ഞു. അതുല്യയുടെ ചേതനയേറ്റ ശരീരം വീട്ടിലെത്തിച്ചപ്പോൾ അവിടെ ഉയർന്ന നിലവിളികൾ കണ്ടുനിന്നവരുടെ ഉള്ളുലയ്ക്കുന്നതായിരുന്നു. മകളുടെ വിയോഗത്തിൽ തകർന്നുപോയ അമ്മ രാജിയെ ആശ്വസിപ്പിക്കാൻ എത്തിയതായിരുന്നു അയൽവാസിയായ കവിത എന്ന 38-കാരി. എന്നാൽ ആ മരണവീട്ടിലെ വൈകാരിക നിമിഷങ്ങൾ ആ വീട്ടമ്മയെ വല്ലാതെ തളർത്തിക്കളഞ്ഞിരുന്നു. അതുല്യയുടെ അമ്മ രാജിയെ ആശ്വസിപ്പിക്കുന്നതിനിടെ കവിത പൊടുന്നിനെ കുഴഞ്ഞു വീണ് മരണപ്പെടുകയായിരുന്നു. രക്തബന്ധമില്ലെങ്കിലും അതുല്യയെ സ്വന്തം മകളെപ്പോലെയായിരിക്കണം കവിത കണ്ടിരുന്നത്. കൺമുന്നിൽ ചിരിച്ചു കളിച്ച് നടന്ന ആ കൊച്ചുമിടുക്കി എത്രയോ ആയുസ് ബാക്കി നിൽക്കെ സ്വയം മരണം വരിച്ചെന്ന വാർത്ത അവർക്ക് താങ്ങാനാവുമായിരുന്നില്ല. ആ നോവ് സഹിക്കാവുന്നതിലും അപ്പുറമായതുകൊണ്ടാവാം പ്രിയപ്പെട്ടവളെ ആശ്വസിപ്പിക്കാൻ വന്ന കവിതയും അവൾ പോയ അതേ വഴിയിലൂടെ യാത്രയായത്. അതുല്യയ്ക്കും കവിതയ്ക്കും കണ്ണീരോടെ പ്രണാമമർപ്പിക്കുന്നു. പ്രതിസന്ധികളിൽ തളരാതെ പരസ്പരം ചേർത്തുപിടിക്കാൻ നമുക്ക് സാധിക്കണം. ജീവിതമെന്നത് പോരാടാനുള്ളതാണ്, തോറ്റുകൊടുക്കാനുള്ളതല്ല. ഈ ദുരന്തം നമുക്ക് നൽകുന്ന പാഠവും അതുതന്നെയാണ്.